ഹായ് നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ആക്ച്വലി നോക്കാൻ പോകുന്നത് കാറ്റഗറി 3 ഇംഗ്ലീഷിനെ കുറിച്ച് മാത്രമല്ല. ഇപ്പം നമ്മൾ പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നു. ഡിസംബറിൽ 2025 ഡിസംബറിൽ എഴുതിയ പരീക്ഷയുടെ റിസൾട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ കാത്തിരിക്കുന്നത്. ഫെബ്രുവരി 20-ന് 23-നായിട്ട് ചേർന്ന പരീക്ഷ ആക്ച്വലി ഇപ്പോൾ നോക്കിക്കഴിയുകയാണെങ്കിൽ ഇന്നിപ്പോൾ ഏപ്രിൽ 9-ാം തീയതിയോളമായി അല്ലേ. ഒരു 2 മാസത്തിനടുത്ത് ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി ഇതിൽ എന്താണ് സംഭവിക്കുന്നത്, എന്താണ് ഇത്രയും ടൈം വൈകാൻ ഡിലേ ആവാൻ കാരണമെന്ന് ചോദിക്കണം. എന്താണ് ഇത് ചോദിക്കാൻ കാരണം? എന്നാലേ അടുത്ത ജൂണിൽ 2026 ജൂൺ ജൂലൈ ആയിട്ട് നമുക്ക് അടുത്ത പരീക്ഷ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്താണിപ്പോൾ താമസിക്കാനുള്ള കാരണം എന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമുക്ക് കാണാം, പരീക്ഷ നടക്കുന്നത് ഫെബ്രുവരിയിലാണ്. ഫെബ്രുവരി കഴിഞ്ഞു, മാർച്ച് കഴിഞ്ഞു, ഏപ്രിൽ പകുതിയാവാറായി. അവർ ആക്ച്വലി പ്രൊവിഷണൽ ആൻസർ കീ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു പരീക്ഷാ ഭവൻ. പക്ഷെ അതിൽ മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കാം, ചാലഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കാം. സോ നെക്സ്റ്റ് ആൻസർ കീ, അതായത് റെക്ടിഫൈഡ് ആൻസർ കീ ആണ് ഇനി വരാനുള്ളത്. റെക്ടിഫൈഡ് ആൻസർ കീയിലും ഇതുപോലെ ഉത്തരങ്ങൾ തെറ്റാൻ പാടില്ല. മനസ്സിലായോ? അത് ലാസ്റ്റത്തെ ഒരു ആൻസർ കീ ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ എപ്പോഴെങ്കിലും അത് തെറ്റിയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും? മാർക്ക് കൊടുക്കേണ്ടി വരും. അവർ ഉത്തരം വീണ്ടും തെറ്റിക്കുകയാണെങ്കിൽ പിന്നെ ചലഞ്ച് ചെയ്യാൻ ഒരു ഓപ്ഷൻ കുട്ടികൾക്കില്ല. അപ്പോൾ ബോണസ് മാർക്കായിട്ട് കുട്ടികൾക്ക് അത് കൊടുക്കേണ്ടി വരും. സോ അതുകൊണ്ടായിരിക്കാം എന്ത് ചെയ്യുന്നത്, റെക്ടിഫൈഡ് ആൻസർ കീ വരാൻ താമസിക്കുന്നത്. റെക്ടിഫൈഡ് ആൻസർ കീ വന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് കഴിഞ്ഞ് 1, 2, 3 ആഴ്ചയ്ക്ക് ഉള്ളിൽ നമ്മുടെ റിസൾട്ട് വരികയുള്ളൂ. വിച്ച് മീൻസ് നമുക്ക് ഇപ്പൊ പ്രതീക്ഷിക്കാൻ പറ്റുന്നത് ഒരു ഏപ്രിൽ ഒരു 20-ന് അല്ലെങ്കിൽ 30-ന്റെ ഉള്ളിൽ ഇതെല്ലാം കഴിയുമെന്നാണ്. ഓക്കെ, എന്നാൽ മാത്രമേ ഒരു മെയ്യിൽ പകുതിയോ അല്ലെങ്കിൽ ഒരു മെയ് ലാസ്റ്റിലേക്കോ ഒരു പരീക്ഷ വിളിച്ചതിന് ശേഷം ജൂണിൽ മാക്സിമം ജൂലൈ ആകുമ്പോഴേക്കും പരീക്ഷ നെക്സ്റ്റ് ഫേസ് നടത്താൻ ഇവർക്ക് പറ്റുകയുള്ളൂ. ഓക്കെ, ഇതിന്റെ കൺഫ്യൂഷനിലാണ് ആക്ച്വലി നടക്കുന്നത്. കാരണം കഴിഞ്ഞ പരീക്ഷ ലാഗ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പരീക്ഷ കുറച്ച് തള്ളി മുന്നിലേക്ക് വന്നിട്ടുണ്ട്. അതും കഴിഞ്ഞിട്ടുള്ള പരീക്ഷ അതുകൊണ്ട് മാറാനും സമ്മതിക്കാൻ പറ്റില്ല. സോ ഇത്രയാണ് ഈ ഒരു റിസൾട്ട് വരാതിരിക്കുന്നതിന്റെ ഒരു കാരണമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ആൻസർ കീഴിലുള്ള വ്യത്യാസങ്ങൾ മാത്രമല്ല, അത് വരാൻ താമസിച്ചതും അതുപോലെ തന്നെ ഇത് എന്തുകൊണ്ട് ഈ പരീക്ഷ ഇങ്ങോട്ട് വന്നു എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരിക്കും. സോ ഇത് ചേർത്തുകൊണ്ടാണ് എന്ത് വരുന്നത്, ഈ ഒരു റിസൾട്ട് വരാനുള്ള ഒരു ഡേറ്റ് താമസിക്കുന്നത്. റിസൾട്ട് വന്നാൽ മാത്രമേ ഇനി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പുതിയ ആൾക്കാർക്ക് ഒരു പരീക്ഷ എഴുതാനുള്ള ടൈം കിട്ടുകയുള്ളൂ. സോ ഇതാണ് അതിന്റെ ബേസിക് കാരണം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ക്ലാസ്സുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കറിയാം, കേട്ടറ്റ് ഇംഗ്ലീഷ് കാറ്റഗറി 3 നന്നായിട്ട് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ജൂൺ 2026-ന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇനി പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കാം, പഠിച്ചു കഴിഞ്ഞവരായിരിക്കാം, ഇൻ സർവീസ് ടീച്ചേഴ്സ് ഉണ്ടായിരിക്കാം. എൻ്റെ കഴിഞ്ഞ കുറച്ച് വീഡിയോസ് കണ്ടവർക്കറിയാം, ഞാൻ എല്ലാവർക്കും എടുത്തു കൊടുക്കുന്നുണ്ട്. നമ്മളുടെ പഴയ വീഡിയോസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം. ആ പരീക്ഷയുടെ ടൈമിലൊക്കെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്, നമ്മുടെ ക്ലാസ്സുകളും ഉണ്ടായിരുന്നു. സോ യു നോ മീ. സോ നമ്മൾ 2026 ജൂണിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു ബാച്ച് തുടങ്ങാൻ പോവുകയാണ്. ഓൺലൈൻ ലൈവ് ക്ലാസ്സസ് മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. നെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള നമ്മൾ 3-4 പേരായിരിക്കും ക്ലാസ് എടുക്കുന്നത്. സോ അതിന്റെ കാര്യത്തിൽ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കറിയാം ഞങ്ങൾ എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നതെന്ന്. 50 ദിവസം നിങ്ങൾ അല്ലെങ്കിൽ ഒരു 7 ആഴ്ച നിങ്ങൾക്ക് മാറ്റി വെക്കാറുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേട്ടിട്ട് നിങ്ങൾ പാസ്സാവുമെന്നുള്ള ഉറപ്പ് എനിക്ക് തരാൻ പറ്റും. അതിനനുസരിച്ച് ഞാൻ പഠിപ്പിക്കും. ഞാനും എൻ്റെ പഴയ ബാച്ചിന്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ സ്റ്റാറ്റസ് ഇടുന്നതായിരിക്കും. സോ ഒരു 7 ആഴ്ച മാത്രം ഞങ്ങൾക്ക് വിശ്വാസത്തോടു കൂടി ഞങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് കേട്ടറ്റ് കാറ്റഗറി 3 ഇംഗ്ലീഷ് ക്രാക്ക് ചെയ്യാൻ ഈ വട്ടം ഞങ്ങളെ സഹായിക്കുന്നതായിരിക്കും. ഇനി ഇതിൽ നമ്മൾ ലിറ്ററേച്ചർ, പെഡഗോഗി, സൈക്കോളജി മൂന്നും ചേർത്തുകൊണ്ടായിരിക്കും ബാച്ച് റൺ ചെയ്യുന്നുണ്ടായിരിക്കുക. ഇനി എന്തുകൊണ്ട് നമ്മൾ ഏപ്രിൽ 19-നൊക്കെ തുടങ്ങുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ 1-2 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയേക്കാം. പക്ഷേ ഈ ഒരു ടൈമിലാണ്, ഏപ്രിൽ മെയ്, നമുക്ക് ഏറ്റവും കൂടുതൽ വെക്കേഷൻ ടൈം കിട്ടും. 1-2 ക്ലാസ്സുകൾ അധികം വന്നു കഴിഞ്ഞാൽ നമുക്കത് ഏറ്റെടുക്കാനുള്ള, അത് കാണാനുള്ള സമയം കിട്ടും. ലൈവ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. നിങ്ങൾ ലൈവിൽ സംശയങ്ങൾ ചോദിക്കണം. നിങ്ങളുടെ ലൈവിലുള്ള സംശയങ്ങളും ഡൗട്ട്സും എല്ലാം എന്തൊക്കെയുണ്ടോ അതൊക്കെ തീർത്തിട്ടേ നമ്മൾ ക്ലാസ് അവസാനിപ്പിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ലൈവ് ക്ലാസ്സസ് അവൈലബിൾ ആക്കാൻ പറ്റുള്ളൂ. ലൈവായിട്ട് ഒരു 7 ആഴ്ച കൊണ്ട് നിങ്ങൾക്ക് പഠിച്ച് കേട്ടിട്ട് ക്രാക്ക് ചെയ്യാൻ ഉറപ്പ് ഞങ്ങൾക്ക് തരാൻ പറ്റും. നമ്മൾ ഇത് ഏകദേശം ഇപ്പം തുടങ്ങിയാൽ മാത്രമേ ഒരു 50 ദിവസത്തിനടുത്ത് ക്ലാസ് എടുത്തതിന് ശേഷം സിലബസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. റൈറ്റ്. ഇങ്ങനെ സിലബസ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ജൂൺ കഴിഞ്ഞ് ഒരു ജൂലൈയിലൊക്കെ പരീക്ഷ വന്നു കഴിഞ്ഞാൽ റിവിഷന് ടൈം കിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് മുന്നേ തുടങ്ങുന്നത്. സോ ഇതിന്റെ ഫീ എന്ന് പറയുന്നത് 4000 റുപ്പീസ് ആയിരിക്കും.
12 പേരെ മാത്രമേ ഞങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. 12 സീറ്റ്സ് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എടുത്തതും ഇതിൽ കുറവായിരുന്നു. അപ്പോൾ 12 പേർക്ക് മാത്രമേ ഞങ്ങൾക്ക് അനുവാദമുള്ളൂ. ഞങ്ങൾ അത്രേ ചെയ്യുള്ളൂ. കാരണം കുറേ ആൾക്കാരെ വിളിച്ചു കൊണ്ടുവന്ന് എടുക്കാനുള്ള ഒരു കാര്യം ഞങ്ങൾക്ക് താല്പര്യമില്ല. വരുന്ന ആൾക്കാർ അത്രയും സീരിയസ് ആസ്പിരൻസ് ആണെങ്കിൽ മാത്രമേ ഞങ്ങൾ എടുക്കുകയുള്ളൂ. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ള ഒരു നിബന്ധന എന്ന് പറയുന്നത്. സോ സീരിയസ് ആസ്പിരൻസ് മാത്രം നമ്മളെ വിളിച്ചാൽ മതി. അത് ആരെയും മോശമാക്കിക്കൊണ്ട് പറയുകയല്ല. കാരണം റെക്കോർഡ് ക്ലാസ് ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും അവൈലബിൾ ആണ്. റെക്കോർഡ് ക്ലാസ് ഒന്നും ഉപകാരപ്പെടില്ല. ഇത് ഞാൻ പഠിപ്പിച്ചത് കൊണ്ടും പാസ്സായത് കൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഇത് എന്തുകൊണ്ട് നോ മനസ്സിൽ വരാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്നുകിൽ നിങ്ങൾ റെഡിയല്ല. റെഡിയല്ല എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഈ റിസൾട്ട് പ്രതീക്ഷിച്ചിരിക്കുകയായിരിക്കും. ദാറ്റ്സ് ഓക്കെ. നിങ്ങൾക്ക് റിസൾട്ട് വന്നതിന് ശേഷം നമ്മളെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളിപ്പോഴും ഇത് വേണോ ഇത് വേണ്ടയോ എന്നുള്ള ഒരു തീരുമാനത്തിലായിരിക്കും. ഇത് വേണോ, കേട്ടിട്ട് എഴുതണോ എന്നുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ സ്കേഡ് ആയിരിക്കും. ഈശ്വര, ഇത്രയും കാലം ഞാൻ പഠിച്ചു, ഞാൻ എഴുതി, എനിക്ക് ഇത്രയും പ്രാവശ്യം എഴുതിയിട്ടും കിട്ടിയില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ ഉള്ളൊരു പേടിയുണ്ട്. രണ്ടാമത്തേത് സ്കേഡ് എന്ന് പറയുമ്പോൾ, ഈശ്വര ഇനി 7 ആഴ്ചയ്ക്ക് ഇരുന്ന് പഠിക്കണോ? 7 ആഴ്ച മതി ജീവിതം മാറാൻ. പിന്നെ കേട്ടറ്റ് കാറ്റഗറി 3 നിങ്ങൾ പാസ്സായെന്ന് ആരും ചോദിക്കില്ല. ആ പാസ്സാക്കാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു തരാം. അപ്പം റെഡി അല്ലെങ്കിൽ റെഡി ആവാനുള്ള ടൈം എടുക്കുക. ആ റിസൾട്ട് വരുന്നത് വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മളെ വിളിക്കുക. സ്കേഡ് ആണെങ്കിൽ ആ പേടി മാറ്റി വെക്കണം. കാരണം എന്തായാലും ടീച്ചിങ് പ്രൊഫഷനിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിൽ ഇല്ലാതെ മുന്നിലേക്ക് പോയിട്ട് കാര്യമൊന്നുമില്ല. അടുത്തത് കൺഫ്യൂസ്ഡ് ആണ്. ഇത് വേണോ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ പ്രൊഫഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പരീക്ഷ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ എഴുതിയേ മതിയാവുകയുള്ളൂ. ഇനി എന്തുകൊണ്ട് ഞാൻ ഈ ഒരു കോഴ്സ് പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ലൈവായിട്ട് നിങ്ങൾക്ക് ക്ലാസ് കിട്ടും. നിങ്ങൾക്ക് ലൈവിലിരുന്ന് പഠിക്കാൻ പറ്റും. ഇതൊരു റെക്കോർഡഡ് സെഷൻസ് അവൈലബിൾ ആയിരിക്കും. പക്ഷേ റെക്കോർഡഡ് സെഷൻസിലല്ല ഞങ്ങൾ റൺ ചെയ്യാൻ പോകുന്നത്. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ രാവിലെകളിൽ ക്ലാസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഏപ്രിൽ മെയ് ആകുമ്പോൾ നിങ്ങൾ എന്തുണ്ടായിരിക്കും? വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ രാവിലെ ക്ലാസ് വെച്ചാലും കുഴപ്പമില്ല. റൈറ്റ്. അപ്പോൾ ഏപ്രിൽ മെയ് നമുക്ക് ഏറ്റവും നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. അതിനുശേഷം ജൂൺ ആകുമ്പോഴേക്കും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 15, 20 അല്ലെങ്കിൽ 30 ദിവസം നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ പറ്റും. ഇതുകൊണ്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ സീറ്റ്സ് ഞങ്ങൾ ഒരിക്കലും കൂട്ടാൻ താല്പര്യപ്പെടുന്നില്ല. ഉള്ള ആൾക്കാർ മാത്രം മതി. അതിന് ഒരാളാണെങ്കിൽ ഒരാൾക്ക് വേണ്ടി ഞങ്ങൾ പഠിപ്പിക്കും. 5 പേരാണെങ്കിൽ 5 പേർക്ക് ഞങ്ങൾ പഠിപ്പിക്കും. പൈസ നോക്കിയിട്ടല്ല ഇപ്പൊ തൽക്കാലം പഠിക്കുന്നത്. പൈസ ഞങ്ങൾ വാങ്ങുന്നുണ്ട്. യെസ്, വി ആക്സെപ്റ്റ് ഫീ. പക്ഷേ അതൊരിക്കലും ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി ആയിരിക്കില്ല. റൈറ്റ്. സോ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കണം. നിങ്ങൾ സീരിയസ് ആണെന്ന് നിങ്ങൾക്ക് തന്നെ ഉറപ്പ് വന്നതിന് ശേഷം മാത്രം വിളിക്കുക. കാരണം ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ക്ലാസ് കേട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് എനിക്കറിയാം. പക്ഷേ അതിനിടയിൽ തിരിച്ച് പോകരുത്. അതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക, നിങ്ങൾക്ക് വേണമെന്നുള്ള കാര്യം ഉറപ്പിക്കുക. അതിനുശേഷം തീർച്ചയായിട്ടും നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇനി നോ പറയാനുള്ള തീരുമാനങ്ങൾ നമ്മൾക്ക് കുറയ്ക്കണം. യെസ് പറയുക, പരീക്ഷയെ ഫേസ് ചെയ്യുക, അത് ക്രാക്ക് ചെയ്യുക. ഞങ്ങളുണ്ടാവും കൂടെ. സോ എന്ത് ചെയ്യാം? നമുക്ക് ക്ലാസ്സിൽ കാണാം. അതുവരെ സി യു. ബൈ ബൈ.